ഒരുപാട് പ്രതീക്ഷയ്ക്കാണ് വന്നത്. ഇവിടെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇവിടെ കോവളത്തേക്കാണ്. അപ്പൊ അതിന്റെ കാഴ്ച കാണാൻ വരും. കോവളം പോകുന്ന വഴിയിൽ നമ്മളെ വെള്ളാനി ലേക്കിന്റെ സൈഡിൽ നിർത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ കുറച്ച് അടിപൊളി വ്യൂസ് കാണാൻ നമുക്ക് പോകാം. ഗൈസ് ഒരു രക്ഷയില്ലാത്ത വ്യൂസ് ആണ് ഗൈസ്. കണ്ട ഇവിടെ മൊത്തം ഇതിലുമാണ്. പക്ഷെ ഇപ്പൊ ആമ്പലിന്റെ സീസൺ അല്ലാത്തതുകൊണ്ട് ആമ്പലൊന്നും ഇല്ല. ഇതിന്റെ അടുത്ത സൈഡ്, അപ്പുറത്തെ സൈഡിൽ നല്ല കിടിലം വ്യൂസ് ഉണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് ഏതായാലും ഇത് വന്നില്ല, അതുവരെ നമുക്ക് കണ്ടിട്ട് നമുക്ക് പോവാം. അത് കഴിഞ്ഞ് നേരെ നമുക്ക് കോവളത്തേക്ക് പോവാം. അപ്പൊ നമ്മൾ മാത്രമല്ല, നമ്മുടെ കസിൻസ് എല്ലാവരും നമ്മളെ കൂടെ ഉണ്ട്. സൺഡേ ആണ്ട് അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ചു ഗൈസ്. കം ഓൺ. ഇതാണ് നമ്മൾ പറഞ്ഞ കിടിലം സ്പോട്ട്. ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂസ് ആണ്. അടിപൊളി സ്പോട്ടാണ് ഇവിടെ. മാത്രമല്ല ബൈക്കേഴ്സും റൈഡേഴ്സും ഒക്കെ വന്ന് ഒരുപാട് പേര് ആ സ്പോട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ? ഇനി നമുക്ക് നേരെ കോവളം. ഹലോ ഗായ്സ്, അപ്പൊ നമ്മളെ സമുദ്രയിലാണ്. അതായത് കോവളത്ത് ഒരു 3-4 ബീച്ച് ഉണ്ട്. അതിൽ ആദ്യത്തെ ബീച്ചാണ് സമുദ്ര ബീച്ച്. കാണാൻ അടിപൊളിയാണ്, അടിപൊളി വ്യൂസ് ആണ്. അട്രാക്ഷനൊക്കെ തള്ളുന്നത് ഇവിടുത്തെ അടിപൊളി വാൾ പെയിന്റിങ്സ് ആണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരുപാട് വാൾ പെയിന്റിംഗ് ഉണ്ട്. അതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഫ്രെയിം പോലെ നമുക്ക് തോന്നിയിരിക്കുന്നത് ഈ ഒരു വാൾ പെയിന്റിംഗ് ആണ്. നമ്മുടെ സമുദ്ര ബീച്ചിന്റെ ടോപ്പിലേക്കാണ് പോകുന്നത്. ഇതിന്റെ ഈ സൈഡ് കംപ്ലീറ്റ് പാറക്കെട്ടുകൾ, നല്ല അടിപൊളി വ്യൂസ് ആണ്. നമുക്ക് മേളിൽ ചെന്ന് കാണാം ഗൈസ്. നമ്മുടെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് സമുദ്ര ബീച്ചിന്റെ ഏറ്റവും ടോപ്പ് സൈഡ്. ഇനി നമുക്ക് അടുത്ത ബീച്ചിലേക്ക് പോവാം. സമുദ്ര ബീച്ചിന്റെ വേറൊരു സൈഡാണിത്. ഇവിടെ ആൾക്കാരെ ഇറക്കുന്നില്ല, കാരണം മഴ കാരണം വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് ആൾക്കാരെ ഇറക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ്. നമുക്കിനി അടുത്ത ബീച്ചിലേക്ക് പോവാം. നമ്മളങ്ങനെ അടുത്ത ബീച്ചിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇവിടെ ഒരു ബീച്ചിൽ ഇറക്കുന്നില്ല. അതോ കാണുന്നതാണ് കോവളത്തെ ലൈറ്റ് ഹൗസ്. അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ നമുക്ക് എൻട്രി ഫീസ് ഒക്കെ എടുക്കേണ്ടതുണ്ട്. എന്തായാലും നമ്മൾ ഇപ്പൊ അങ്ങോട്ടൊന്നും പോകുന്നില്ല, വേറൊരു ദിവസം നമ്മൾ അങ്ങോട്ടൊക്കെ പോകുന്നതാണ്. ഈ കാണുന്നത് ഒരു കിടില ഒരു വ്യൂ പോയിന്റ് ആണ്. നമുക്ക് അവിടെയൊക്കെ ചെന്നിരുന്ന സമയം ചിലവഴിക്കാനൊക്കെ പറ്റിയ ഒരു കിടില ഒരു സ്പോട്ടാണ്. ഇതൊക്കെയാണ് കോവളത്തെ കാഴ്ചകൾ. ഒരുപാട് പ്രതീക്ഷയ്ക്കാണ് വന്നത്. കടലിൽ കുറച്ച് കളിക്കാമെന്നൊക്കെ വിചാരിച്ച കുറച്ച് റീൽസ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് വന്നത്. പക്ഷെ ഒന്നും നടന്നില്ല, മഴ നമ്മളെ ചതിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് പുതിയൊരു വീടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. It's me, Bharathi Lalu, signing off.